അവിടെ എത്തു. Good evening, ma'am. Good evening. 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 Okay, we'll start. പ്രേയർ ആരെങ്കിലും ഉണ്ടോ? ഈ പ്രേയർ എല്ലാരും മീൻസ് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതാണ്. ഇനി വരാൻ പോകുന്നതല്ല, അതിന്റെ അടുത്തൊരു റെക്കോർഡ് ബുക്കിൽ എഴുതണം. എന്തായാലും പ്രേയർ എല്ലാരും പ്രിപ്പയർ ചെയ്യണം. ഇനി ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് സൈലന്റ് പ്രേയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഉള്ള എല്ലാരും തന്നെ പ്രേയർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. Okay, fine. So we'll start with a silent prayer. Okay, fine. ഷെയർ ചെയ്യാം നമ്മുടെ സ്ക്രീൻ. നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫ്രീഡം ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഫ്രീഡത്തിന്റെ പല വേർഷൻസ് നമ്മൾ പറഞ്ഞു, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഫ്രീഡം എന്നുള്ളത്. അപ്പൊ ജനറലി കുട്ടികൾ തന്നെ, മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, അവർ ഫ്രീഡം ഈസ് ദാറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ദേ ലൈക്ക് ദാറ്റ്. അവർ ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടും, അല്ലാതെ അവർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുകയല്ല, ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു. ആ രീതിയിലുള്ള ഫ്രീഡം ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില്. ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ മോസ്റ്റ് പ്രോബ്ലി അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഒരു ഇന്നർ ഹൗസ് ഔട്ടർ ഹൗസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പുറത്തൊരു ലോകം, അകത്തൊരു ലോകം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ
ഒരു മിനിയേച്ചർ വേർഷനാണ് മറിയ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് ശരിയായ രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ അവർ ആ ക്ലാസ് റൂം എന്നല്ല, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് പറയുന്നത്. ആ കാസ്നാദി മാഫിന അല്ലെ, ചിൽഡ്രൻസ് ഹൗസ് എന്നാ പറയുന്നത്. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് യൂണിവേഴ്സിലേക്ക് പുറത്തേക്ക് അവർ ഇറങ്ങിപ്പോയാൽ അവർ എന്തെല്ലാം കാണുന്നു അതെല്ലാം അവര് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലാണ് മെറ്റീരിയൽസും അവിടുത്തെ എൻവയോൺമെന്റും എല്ലാം ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പോകുന്നതും ക്ലാസ് റൂമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വരാന്ത ഉണ്ടായിരിക്കും ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ. നമുക്ക് ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറേ വരാന്ത ഉണ്ടായിരിക്കും. ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്ത് വരാന്ത ഉണ്ടാവും. അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് ഈസിലി അവർക്ക് പോകാനായിട്ട് പറ്റണം. ക്ലോസ്ഡ് ഡോർസ് എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവില്ല. അത് അപ്പൊ ഇവര് തറോലി ഇവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ട്രഡീഷണൽ ക്ലാസ് റൂമിലെ ടീച്ചർ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർക്ക് കുട്ടികൾ പുറത്തേക്ക് ചാടിപ്പോകും, അങ്ങനെ ഒരു രീതിയില്ല. പക്ഷെ ഇവർക്ക് അവിടെ ഫ്രീഡം ഉണ്ട് ടു എക്സ്പ്ലോർ ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. പക്ഷെ അവര് തറവായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് എപ്പോഴും കീൻ ആയിട്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാനിതൊന്ന് ഷെയർ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീഡം ഫ്രം ഡേഞ്ചർ എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫസ്റ്റ് പ്രിൻസിപ്പിളായ ഫ്രീഡം ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ആ ഫ്രീഡത്തിന്റെ പല വേർഷൻസ് നമ്മൾ പറഞ്ഞു പോവുമായിരുന്നു. സോ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ, ഫ്രീഡം ഫ്രം പ്രഷർ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കുണ്ട്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ ക്ലാസ് കൊണ്ടുപോയതുപോലെ ആരെങ്കിലും ഒരാള് മുന്നോട്ട് വന്ന് അത് ഒന്ന് വായിച്ചോളൂ. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ടൈം ഇല്ലാഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അത് എന്താണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ കറക്റ്റ് അത് ക്ലിയർ ആയിരിക്കും. വായിച്ചോളൂ. ഇനി ഓക്കെ, ഭാവന വായിക്കട്ടെ. നെക്സ്റ്റ് ഫ്രീഡം ഫ്രം പ്രഷർ ജ്യോതി വായിച്ചു. ഓക്കെ ഓക്കെ ഭാവന. Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially prescribed competitions, rewards or punishment in Montessori classroom. Such prizes and punishments are the instruments of salary for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievements are never assessed from an adult's point of view and category by marks, points and stars. The inner motivation of the child pursues him to work to the best of the ability, and the satisfaction of having done is reward enough. Okay. ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്ക് കിട്ടുമ്പോൾ ബോയ്സ് ഭയങ്കരമായിട്ട് അവര് നെർവസ് ആകും. അവർക്ക് നല്ല മാർക്കാണെങ്കിലും വേറൊരാൾക്ക് അവരെക്കാളും ഒരു പോയിന്റ് കൂടി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് പെൺകുട്ടികളുടെ ഇടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ ആ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. അവിടെ ഒരു കാരണം ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു പുഷിങ് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് എപ്പോഴും ഹൈ മാർക്ക് വേണം, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയെക്കാളും ഫ്രണ്ടിനേക്കാളും അങ്ങനെ ഇങ്ങനെ അവിടെ ഒരു കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ പലപ്പോഴും ശരിയാകാതെ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ഇവിടെ കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. എല്ലാം അച്ചീവ്മെന്റ് എല്ലാം നാച്ചുറൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ റിവാർഡ്സ് ഇല്ല. അതായത് ഹൈ മാർക്ക് കിട്ടുന്ന ആൾക്ക് റിവാർഡോ മാർക്കോ സ്റ്റാറോ അങ്ങനെയൊന്നുമില്ല. ആ രീതിയിലൊന്നും കാറ്റഗറൈസ് ചെയ്യുന്നില്ല. പണിഷ്മെന്റ്സ് ഇല്ല മോണ്ടിസോറി ക്ലാസ് റൂംസിൽ. പക്ഷെ കുട്ടികളില് അവര് ട്രെയിൻഡ് ആയി പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു വർക്ക് ആക്ടിവിറ്റി അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ
അക്കംപ്ലിഷ്മെന്റ്, ഒരു നേട്ടം, ഒരു അച്ചീവ്മെന്റ് അവർക്ക് കിട്ടണം. അപ്പൊ അതെന്തായാലും അവർ ചെയ്യും. അപ്പൊ അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് ചെയ്താൽ നിനക്ക് ഇത് തരാം, ടോഫി തരാം, അങ്ങനെയുള്ള രീതിയിലൊന്നും ബ്രൈബിങ് ഇല്ല, ഒരു കൈക്കൂലി കൊടുക്കലോ ബ്രൈബിങ് ഇല്ല, അങ്ങനെ റിവാർഡ്സും ഇല്ല. അത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരു കുട്ടി 2-3 days എടുക്കുമായിരിക്കും. ചില കുട്ടി 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിയും, ചിലര് 3 hours കൊണ്ട് അത് ചെയ്ത് തീരുമായിരിക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും കുറവ് ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ആള്, ഫസ്റ്റ് ചെയ്ത ആൾക്ക് അങ്ങനെയൊന്നുമില്ല. ഈവൻ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല അവിടെ. സോ അതുകൊണ്ട് എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ വരുവാണ്. അവിടെ റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, പിന്നെ ഈ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അത് അങ്ങനെ ആവുമ്പോ അൺനാച്ചുറൽ ആയിട്ടാണ് അവരിലേക്ക് എല്ലാം വരുന്നത്. ഒരു ഫോഴ്സ്ഡ് എഫേർട്ട്, അവർ സ്വയമേ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. അവര് പുഷ് ചെയ്ത് ഒരു എന്തോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ റിവാർഡ്സും പണിഷ്മെന്റും ഒക്കെ വരുന്നത്. അപ്പൊ ഒരു നാച്ചുറൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നാച്ചുറൽ ഡെവലപ്മെന്റ് വരണമെങ്കിൽ അത് അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അവരുടെ ഇന്നർ സെൽഫ് തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കണം. അതാണ് മോണ്ടിസോറി അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റിൽ നടക്കുന്നത്. പിന്നെ ഒരിക്കലും കുട്ടികളുടെ ആ ഒരു അച്ചീവ്മെന്റ്സ് അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അസസ് ചെയ്യരുത്, കാറ്റഗറൈസ് ചെയ്യരുത്, മാർക്കോ പോയിന്റ്സോ സ്റ്റാർസോ ഒന്നും വെച്ചിട്ട്. ഇന്നർ മോട്ടിവേഷൻ, ഇത് ഞാൻ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളില് KG സെഷനിൽ കേട്ടോ, 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ ഉള്ള സമയത്തല്ല, KG സെഷനില് ഈവൻ മിസ്റ്റേക്ക് വന്നാലും ടീച്ചർ സ്റ്റാർ ഇട്ട് കൊടുക്കും, മാർക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അപ്പൊ അന്ന് ഞാൻ മോണ്ടിസോറി ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവരത് കറക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് സ്റ്റാർ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ സ്റ്റാർ. KGയിൽ ടീച്ചർ ചെയ്താട്ടോ. എന്നുവെച്ചാൽ അത് അവർക്കുള്ള ഒരു മോട്ടിവേഷൻ. ആ ഒരു ടീച്ചറുടെ രീതി അതായിരുന്നു. പക്ഷെ കുട്ടിയെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതല്ല അതിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർ കറക്റ്റ് ചെയ്യുവാണ്, ആൻസർ ഇത് കൊടുക്കുക. ഇപ്പം 10 മാർക്ക് 10 ഡിക്റ്റേഷൻ എന്തെങ്കിലും ഇടുവാണെങ്കിൽ 10 വേർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 8 ശരിയാക്കി, 2 ചെറിയ മിസ്റ്റേക്ക് വന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അത് കറക്റ്റ് ആക്കി അവരൊന്നും 10ൽ 10 കൊടുക്കും. അപ്പൊ ഞാനിത് നോക്കുമ്പോൾ തെറ്റ് സംഭവിച്ചിട്ടും കുട്ടിക്ക് എന്തിനാ 10 കൊടുത്തേ? അതാണ് ഞാൻ അന്ന് ചിന്തിക്കുന്നത് കേട്ടോ. ഞാൻ അന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് കുട്ടികൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും, അപ്പൊ അതുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുത്തിട്ട് മാർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഹയർ ക്ലാസ്സിൽ അവരങ്ങനെ ചെയ്യുന്നില്ല. ചെറിയ KGയിലൊക്കെ കുഞ്ഞുങ്ങളല്ലേ, അത് അവരുടെ ഒരു രീതിയായിരുന്നിരിക്കാം. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അങ്ങനെയല്ല. ഇവര് കുട്ടികൾ തന്നെയാണ് ഓരോന്ന് ചെയ്ത് അവരുടെ ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി പുറത്തെടുക്കുന്നു. അവരങ്ങ് സാറ്റിസ്ഫൈഡ് ആവുകയാണ്. അതൊരു വലിയൊരു റിവാർഡിന് തുല്യം തന്നെയാണ്. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹാവിംഗ് ഡൺ സോ ഈസ് റിവാർഡ് ഇനഫ്. നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇംഗ്ലീഷ് പോലെ ചിലപ്പോൾ തോന്നില്ല വായിച്ചു വരുമ്പോൾ. കാരണം മോസ്റ്റ്ലി ഈ പലതും ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അവര് ജർമ്മൻസ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പോലെയല്ല. അപ്പൊ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഒരു സുഖമില്ലാത്ത ചില വേർഡുകളും സെന്റൻസുകളും വരും. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ വരുന്നത്. അപ്പൊ നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അതിന്റെ കണ്ടന്റ് മനസ്സിലാവും. നമ്മളുടേതായ സിംപ്ലിഫൈഡ് വേർഷൻ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ആണ്. ഇവിടെ എന്ത് ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു ആ കുട്ടിക്ക് റിവാർഡും ഇല്ല, കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് പണിഷ്മെന്റും ഇല്ല. നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇവിടെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺനാച്ചുറൽ ആയിട്ട് മാറും. കുട്ടിയുടെ ഇന്നർ സെൽഫ് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യണം, ഞാനത് ചെയ്യും, ആ ഒരു രീതിയിൽ കുട്ടി തന്നെ സെൽഫ് ബൂസ്റ്റ് ചെയ്യപ്പെട്ട് തന്നെ ചെയ്യുവാണ്. കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒരിക്കലും ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അസസ് ചെയ്യരുത്. അങ്ങനെ പോയിന്റ്സോ സ്റ്റാർസോ ഒന്നും ഇടരുത്. ആ കുട്ടിയുടെ ഇന്നർ മോട്ടിവേഷൻ തന്നെ അവനെ അതിലേക്ക് കൊണ്ടുപോകും. Pursues him to work, carry him to the work best of his ability. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ERSUADES എന്നാണ്. പിന്നെ അസസ് അതിന്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ESSED ആണോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നോക്കി കറക്റ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ആണ്. ഒരിക്കലും ഇത് ചെയ്തവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം അങ്ങനെയുള്ള ഒരു ടൈം പീരീഡോ ഒന്നും കുട്ടിക്ക് കൊടുക്കുന്നില്ല. കാരണം ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. 3 to 6 ആ ഒരു ഏജിലുള്ളവരാണ്. അവര് ശരിക്കും നോർമലൈസ്ഡിലേക്കായി സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഡെവലപ്മെന്റ്
അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുവാണ്. ആ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. ഒരു യൂണിവേഴ്സിലേക്ക്, കാരണം കുട്ടിക്ക് ഒട്ടും അപരിചിതത്വം തോന്നുന്നില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും. അതിന്റെ ഒരു മിനിയേച്ചർ ആണ് കുട്ടി തന്റെ ക്ലാസ് റൂം എന്നും പറയില്ല, ചിൽഡ്രൻസ് ഹൗസ് അതിനുള്ളിൽ കാണുന്നത്. പിന്നെ പുറത്ത് ഇന്നർ ഹൗസും ഉണ്ട്, ഔട്ടർ ഹൗസും ഉണ്ട് ഈ ചിൽഡ്രൻസ് ഹൗസിന്. അപ്പൊ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ വലിയ വരാന്തകൾ ഉണ്ടായിരിക്കും. പുറത്ത് നല്ല ഗാർഡൻ വേണം. മോണ്ടിസോറി എൻവയോൺമെന്റ് പറയുന്നത് കേട്ടോ. അവിടെ നിറയെ ചെടികൾ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ എന്താ പറയാ, എന്തൊക്കെയായിരുന്നു, പിന്നെ മ്യൂസിക് കോർണർ വേണം, ബുക്ക് വെക്കുന്ന കോർണർ വേണം, പിന്നെ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോർണർ വേണം, ഒരു ബെഡ് ആൻഡ് മാട്രസ് ഉണ്ടായിരിക്കണം, ഒരു എവിടെയെങ്കിലും ഒരു കോർണറിൽ ഉറങ്ങണം തോന്നുവാണെങ്കിൽ ഉറങ്ങണം. ഇപ്പം സിക്ക് റൂം എന്ന് പറഞ്ഞ് കൊടുക്കാറില്ലേ, സിക്ക് ആണെങ്കിൽ അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള റൂം വേണം. അങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്ങനെ റൂം എല്ലാം ആ രീതിയിൽ. പിന്നെ ഗാർഡനിലേക്കൊക്കെ ഇടയ്ക്ക് കുട്ടി ഇറങ്ങി പോവുകയാണെങ്കിൽ ചിലപ്പോ മണ്ണും അഴുക്കും പൊടിയും ചെളിയൊക്കെ ആവും. അപ്പം ക്ലീൻ ഹിംസെൽഫ്, അവന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടായിരിക്കും. വരാന്തയിൽ ചിലപ്പോ ആയിരിക്കാം വാഷ്റൂം. ഇപ്പൊ ഗാർഡനിൽ നിന്ന് നേരെ കയറി വരാന്തയിലേക്ക് വരുമ്പോൾ വാഷ് ചെയ്ത് നേരെ കുട്ടിക്ക് ഇന്നർ റൂമിലേക്ക് പോകാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കണം മോണ്ടിസോറി ക്ലാസ് റൂം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നേരത്തെ ഏതോ ചാപ്റ്ററിലൊക്കെ ഇത് ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഒരു കണക്ടിങ് സ്പേസ് ആണ്, കുട്ടിക്ക് അറിയാം. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ എന്താണ്, ഞാൻ പുറത്ത് പോയിട്ട് വന്ന് അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യണം. ആ ഒരു ഹൈജീൻ ഫാക്ടർ അവിടെ വരും കുട്ടിയുടെ ഡെവലപ്പിംഗ്. ഇവിടെ അതുപോലെ തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതൊരു സിറ്റുവേഷനിലും പുറത്ത് പോയിട്ട് വന്ന് അകത്ത് കയറുമ്പോൾ ഹി വിൽ ക്ലീൻ ഹിംസെൽഫ്, അവനെ തന്നെ ക്ലീൻ ചെയ്യുന്നുള്ള രീതിയിൽ. എന്തൊക്കെയായിരുന്നു ഞാൻ എക്സ്ട്രാ ഒന്ന് പറയുന്നതാ, എന്റെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ഔട്ടർ ആൻഡ് ഇന്നർ എൻവയോൺമെന്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാസേജ് ഒരു വരാന്തയാണ്. പിന്നെ ഔട്ടർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പൊ കുട്ടിക്ക് അറിയാൻ പറ്റും എങ്ങനെ. നമുക്കാണെങ്കിൽ നമ്മളുടെ വീട്ടില് ഒരു ചെറിയ ഗാർഡൻ വേണം, ഫ്ലവേഴ്സ്. ഡെഫിനറ്റ്ലി അമ്മമാരായിരിക്കും പ്രായമായവർ ചിന്തിക്കും അടുക്കള സൈഡിൽ ഒരു പച്ചക്കറി തോട്ടം കൂടി ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുക്കളയിലേക്കുള്ളത് അതെടുക്കാം. ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇപ്പൊ അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ രീതിയിൽ അത് തന്നെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ. ഇപ്പൊ സ്കൂളുകളിലും സാധാരണ സ്കൂളുകളിലും ചെയ്യാറില്ലേ പച്ചക്കറി തോട്ടം. പിന്നെ ഓണ സമയത്ത് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ തന്നെ ജമന്തി അങ്ങനെയുള്ള ആ പൂക്കളം ഇടാനായിട്ട് ഉപയോഗിക്കുന്ന പൂ ചില സ്കൂളുകൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും. പിന്നെ ഫ്രൂട്ട്സിന്റെ, പിന്നെ ബർത്ത്ഡേ ആവുമ്പോഴേക്കും മിഠായി ഒന്നും കൊണ്ടുവരരുത് എന്നുള്ള ഉദ്ദേശത്തില് കുട്ടികൾ ചിലപ്പോൾ മരം കൊണ്ടുവന്ന് നടും. അങ്ങനെ ഓരോ രീതിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ടല്ലോ പല സ്കൂളുകളിലും, പല വ്യത്യാസങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് ഫ്രീഡം ഫ്രം പ്രഷർ. കുട്ടിയെ നിർബന്ധിക്കരുത് ഒന്നിനും, തന്നെ വന്നു പോകണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ജ്യോതി വായിച്ചു. Okay. Freedom from pressure. He is permitted to grow at his own rate and development. He does not require to match up to the hopes of others. Through the freedom given in a Montessori environment, the child has an unequal opportunity to reflect upon his own actions, to determine their after effects both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge is one of the most important results of freedom in a Montessori classroom. ഫ്രീഡം ഫ്രം പ്രഷർ. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീഡം ഓൾ ടുഗദർ നമ്മൾ പറഞ്ഞപ്പോ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടിയെ ഒന്നിനും പ്രഷറൈസ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. പക്ഷെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ് നോക്കണം.
ഫ്രീ ആക്കി അങ്ങ് വിടുമെന്നല്ല, ഒരു കാര്യവും ശ്രദ്ധിക്കാതെ. പാരന്റ്സ് ആണെങ്കിലും ശരി, ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, കുട്ടി ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, അതല്ല. നമ്മളുടെ ഒബ്സർവേഷൻ, കീൻ ഒബ്സർവേഷൻ തന്നെ വേണം. എവിടെയെങ്കിലും കുട്ടിയെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യണം, ചില കാര്യങ്ങള് ഇത്തിരി ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മള് അതിന്റെ ഒരു ശരിയായൊരു പാറ്റേണിൽ തന്നെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് മറ്റുള്ള ഇത് പാരന്റ് പുഷിങ് ഭയങ്കരമായിട്ടുണ്ടാവല്ലോ. ഇപ്പൊ നമുക്കറിയാം, കുട്ടികള് ജനിച്ച് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും സ്കൂളൊക്കെ ആവും, ചിലര് അതിന് മുമ്പേ വലുതാവുമ്പോ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അങ്ങനെയൊക്കെ ഓരോ അങ്ങനെ ഇങ്ങനെ പറയും. അപ്പൊ മറ്റുള്ളവരുടെ അതിനനുസരിച്ച് കുട്ടിയെ പ്രഷറൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒരു ഡൗട്ട്, ഇപ്പൊ ഒരു കുട്ടി ഒന്നിലും ഇപ്പൊ ആക്റ്റീവ് അല്ല, ഇപ്പോ റോൾ പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവെന്റ്സ് ലൈക് ഫാൻസി ഡ്രസ്സോ ഫാഷൻ ഷോ അങ്ങനെ എന്തെങ്കിലും ഈവെന്റ് വെക്കുമ്പോ കുട്ടി ഒരു ഹെസിറ്റേഷൻ ആണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഓർ മേ ബി ഇൻട്രോവേർട്ട്, ഒരു ഷൈ ആണ്. അപ്പൊ നമ്മള് അത് എങ്ങനെയാണ്, ഓക്കെ നമ്മൾ ലീവ് ചെയ്യണോ, അത് ആക്സെപ്റ്റ് ചെയ്യണോ, അതോ മാറ്റിയെടുക്കണോ, എന്താണ് ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി നമ്മൾ മാറ്റിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് പഠിക്കുന്നതിനകത്തോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ഹെൽത്തും പഠിച്ചു, മെന്റൽ ഹെൽത്തും പഠിച്ചു, അല്ലെ? കുട്ടിക്ക് വിഡ്രോ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ചിലപ്പോൾ പല സെഷനിലൂടെ കുട്ടിയോട് സംസാരിച്ച് കുട്ടി ഒരു കംഫർട്ട് സോണിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കുട്ടി വളരെ ഈസി ആയിട്ട് ചെയ്യും. ചില കുട്ടികളോട് പറയില്ലേ സ്റ്റേജില്, അപ്പൊ അവരിങ്ങനെ പറയും, ഇത് എന്റെ മോൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ അവന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ആനുവൽ ഡേക്കും ഡാൻസില് പക്ഷെ ടെൻഷൻ ഉണ്ട്. ഗ്രൂപ്പായിട്ടായിരിക്കും ഡാൻസ് ചെയ്യുന്നത്, സിനിമാറ്റിക് ഡാൻസ് ആയിരിക്കും കേട്ടോ, ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ സ്റ്റേജിലല്ല, നമ്മൾ ആ സദസ്സില് എന്നെ കണ്ടു കഴിയുമ്പോൾ ഈ ആളങ്ങ് ഭയങ്കര കൂളായി, പിന്നെ എന്നെ തന്നെ നോക്കിയാൽ കളിച്ചോളൂ, വേറെ ആരെയും അവൻ കാണില്ല. അപ്പൊ അവനിങ്ങനെ പരതും, സ്റ്റേജിൽ എത്തുമ്പോഴേ ഇങ്ങനെ നോക്കും, ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് കംഫർട്ടബിൾ ആയി. പക്ഷെ ഇപ്പൊ അത് മാറി എങ്ങനെയും കളിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. ചെറുപ്പത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ച് അവരപ്പോ ചില കുട്ടികളിലെ ചിലരെ മാത്രം നോക്കി സംസാരിക്കും. ഇപ്പൊ എന്തെങ്കിലും റൈംസോ അല്ലെങ്കിൽ സ്പീച്ചോ എലക്യൂഷൻ എന്തെങ്കിലും തന്നെയാണെങ്കിലും അവർക്ക് ചിലരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പറയും. ശരിക്കും ഐ മൂവ്മെന്റ് വേണം എന്നുള്ളതാണ്. പക്ഷെ ആ തുടക്കത്തിൽ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ മാറാൻ അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും അങ്ങനെ. അപ്പൊ ഞാൻ പൊതുവേ ഈ സ്റ്റേജ് ഫ്രൈറ്റുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഇച്ചിരി വലിയ പിള്ളേരിന് കേട്ടോ നടക്കുള്ളൂ. പ്രാക്ടീസ് ചെയ്യുന്നിട്ട് മുമ്പിലിരിക്കുന്നത് 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിലും ഈ 100 പേരും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ഫേസ് അങ്ങ് സങ്കല്പിക്കാൻ പറയും. ഇവര് ഭയങ്കര കൂളാവും. അവർക്കങ്ങനെ ഇങ്ങനെ നല്ല ഫ്ലോയിൽ വന്നുകൊണ്ടേയിരിക്കും. ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ആ ഒരു ഷൈ ഒക്കെ മാറും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുള്ളത് ഇങ്ങനെ മാറും. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി അത് മാറ്റിയെടുക്കണം. സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യിക്കുക എന്നുള്ളത്. കുട്ടിക്ക് വിഡ്രോവൽ ഉള്ളതിന് കാരണം മേ ബി വീട്ടിലെന്തെങ്കിലും ഇതായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റിന്റെ നെഗറ്റീവ് പ്രോംപ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ആവശ്യം. ഇപ്പൊ പിയർ ഗ്രൂപ്പ് കൂടെ പഠിക്കുന്നവർ തന്നെ അവനെ എന്തെങ്കിലും രീതിയിൽ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടി അങ്ങ് ഉൾവലിഞ്ഞു പോകും. അതേസമയം ഒരു അപ്ലോസ്, നല്ലൊരു കൈയ്യടി കിട്ടുവാണെങ്കിൽ അവൻ മുമ്പിലേക്ക് പോകും. അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററിന്റെ ജോലി. വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. ഇപ്പം നമുക്കറിയാം ഏത് സ്കൂളിൽ ചെന്നാലും എല്ലാ കുട്ടികളും എന്തിനെങ്കിലും ടീച്ചർമാര് പങ്കെടുപ്പിക്കും, അല്ലെ? ആനുവൽ ഫംഗ്ഷൻ വരുമ്പോൾ, അല്ലാതെ ആർട്സ് ഫെസ്റ്റിവൽ എന്തെങ്കിലും വരുമ്പോൾ, സ്പോർട്സ് വരുമ്പോൾ കുട്ടികളെ എല്ലാത്തിനും എന്തിനെങ്കിലൊക്കെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഹൗസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും. കുട്ടികൾ തന്നെ അതിന്റെ ഹെഡ് ആയിട്ടുണ്ട്, അവർക്ക് കറസ്പോണ്ടിങ് ടീച്ചേഴ്സും കൂടി ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ സമയത്ത് എങ്ങനെ റിവാർഡ്സ് ഒക്കെ കൊടുക്കാമോ? എങ്ങനെ സ്റ്റാർ, ഇപ്പൊ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു, അപ്പൊ നമ്മള് കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ്സ് പോലെ സ്റ്റാർ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും കൊടുത്താല്?
എങ്ങനെയായിരിക്കും? റിവാർഡ്സ് കൊടുക്കുന്നതിന് തെറ്റില്ല, പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ റിവാർഡ്സ് കിട്ടാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്യുന്ന ആ രീതിയിലേക്ക് ആയി പോകരുത്. അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് അത് കാണുമ്പോൾ ഒരു ഫീൽ ആയി പോകരുത് റിവാർഡ്സ് കിട്ടും. ഓക്കെ മാം ഇതേപോലെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഈ +1 പഠിക്കുന്ന സമയത്ത്, അല്ല +1 കഴിഞ്ഞു, +1 ഞാൻ ഇംഗ്ലീഷ് പോയം ചൊല്ലിയത് ആ ഡാഫോഡിൽസ് വേർഡ്സ്വർത്തിന്റെ. അന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ ആയിരുന്നു, എ ഗ്രേഡ് ആയിരുന്നു. പക്ഷെ സെക്കൻഡിൽ ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കേട്ടോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ ഐ ആം ഗോയിങ് ടു റിസൈറ്റ് എ ഫ്യൂ ലൈൻസ് ടേക്കൺ ഫ്രം ദി ബോയ്. അത് പഠിച്ച് അത് അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ ഏതോ ഒരു സ്റ്റേജിൽ കയറിയപ്പോ ആരോ ഒരാളിങ്ങനെ ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഐ ആം ഗോയിങ് ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ വേറെ ബാക്കിയുള്ള വേർഡ്സ് കിട്ടുന്നില്ല. അപ്പൊ ലാസ്റ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ അതില്ലെങ്കിൽ അങ്ങനെ പാടിയാൽ മതിയായിരുന്നു, പോയം ചെല്ലിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വന്നു, സ്റ്റേജിന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് പിന്നെ എനിക്ക് പക്ഷെ അത് പാടണമെന്ന്, ആ പദ്യം ചെല്ലണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും പോയം ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല. അത് ഞാൻ അപ്പൊ എനിക്ക് ടീച്ചർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻട്രൊഡക്ഷന്. അപ്പൊ ലാസ്റ്റ് ഞാൻ ക്ലാസ്സിലെത്തിയപ്പോ പിള്ളേർക്ക് ഐ ആം ഗോയിങ് ടു പോയാ പോരെ, പിന്നെ നീ ഗോയിങ് ടു പറഞ്ഞോട് നിൽക്കണെന്ന് പറഞ്ഞിട്ട് ഒരേ കളിയാക്കല്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവള് നന്നായിട്ട് പാടും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ പാടുന്നത്, ഇങ്ങനെ നല്ല കൂളായിട്ട് നിന്ന് പാടുന്നുണ്ടല്ലോ, എന്താ ചോദിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ ആരും മുഖത്തേക്ക് നോക്കാറില്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ നോക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ നോക്കി നിന്നിട്ടാണ് പാടുന്നത്. ആരെങ്കിലും, കാരണം നമ്മൾ 2 കണ്ണ് നോക്കുമ്പോഴും ഒരു 1000കണക്കിന് കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിന് ആരെങ്കിലും ഒരു എക്സ്പ്രഷൻ മുഖത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മൊത്തത്തിന് പോകും. അപ്പൊ അങ്ങനെയായിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് +1 +2 ആ സമയത്തല്ലേ? +1 എനിക്ക് തന്നെയായിരുന്നു പിന്നെ ഇംഗ്ലീഷ് പോയത്തിൽ ഫസ്റ്റ്. അപ്പം എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൽ തെറ്റിപ്പോയി. അത് പറഞ്ഞതുകൊണ്ട് പക്ഷെ 2ാം ചാൻസ് തരികയാണ് പദ്യം ചെല്ലാന്നുള്ളതിന്റെ. അപ്പൊ അത് തേർഡ് കിട്ടി. ഫസ്റ്റ് വേറൊരു കുട്ടിക്കാന്ന് കിട്ടിയത്. പ്രഷറൈസ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവർക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അവരുടെ സെൽഫ് നോളജ് കൂട്ടാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുട്ടിക്ക് തന്നെ നാച്ചുറൽ ആയിട്ട് വരണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡം, അതിന്റെ ഒരു റിസൾട്ട് ആണെന്ന് പറയാം. കാരണം പ്രഷർ അത് പീർ പ്രഷറും ഉണ്ടാകരുത്, അല്ലാതെ ഔട്ട്സൈഡ് ഇപ്പൊ അഡൽട്സിന്റെ സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാലാണ് അവന്റെ സെൻസ് ഓർഗൻസും കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ, ശരിയായ നാച്ചുറൽ ഡെവലപ്മെന്റ് വരുള്ളൂ, കറക്റ്റ് ആയിട്ട് അവന് നോളജ് അച്ചീവ് ചെയ്യാൻ, അക്വയർ ചെയ്യാനുള്ള ആ ഒരു ഡെവലപ്മെന്റ് വരുള്ളൂ, ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പ്രഷർ ചെയ്യാം, ഫ്രീഡം ഫ്രം പ്രഷർ. പക്ഷെ നമുക്ക് ഡിവേറ്റ് ചെയ്യാം കുട്ടികളെ പലപ്പോഴും, അതൊരു തെറ്റില്ല, അത് പ്രഷറൈസ് അല്ല. നമ്മൾ അവരുടെ ലിമിറ്റ്സ് കഴിഞ്ഞ് പോവുകയാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവേറ്റ് ചെയ്യാം. ഫുൾ ഫ്രീഡം കൊടുക്കുക എന്നുള്ളതല്ല മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി പ്രിപ്പയർഡ് ക്ലാസ് റൂമിന്റെ ഉദ്ദേശം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ് ആണ്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ എല്ലാ വേർഷൻസും വായിക്കാൻ. എപ്പോഴും ലിമിറ്റ് ചെയ്യാം അവരുടെ ആ ഒരു ഫ്രീഡം. ഇപ്പൊ ഒരു കുഞ്ഞ് ഇഴയുന്ന പ്രായമാണ്, കഴിഞ്ഞ് പുറത്തേക്ക് പോവുക, നമുക്കറിയാം ഇങ്ങനെ താഴെ കുത്തനെയുള്ള സ്റ്റെപ്പിന്റെ അടുത്തെത്തി കുട്ടി താഴേക്ക് വീഴുന്നുള്ളത്. അപ്പൊ കുട്ടിയെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം നമുക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കാനുള്ള എന്തെങ്കിലും അവന്റെ ടോയ്സിന്റെ ശബ്ദം വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്താണെങ്കിൽ നമുക്ക് പോയി പതുക്കെ പോയി അടുത്ത് ചെന്ന് ഇങ്ങനെ എടുത്തിട്ട് ധൃതി പിടിച്ചോ അല്ലെങ്കിൽ അതിനെ പേടിപ്പിക്കുന്ന പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിയല്ല ചെയ്തത്. നമ്മൾ ആ സമയത്തൊന്ന് പാനിക്കാവുന്നുള്ള സത്യമാണ്. പക്ഷെ കുട്ടി എങ്ങനെ പോയാലും അമ്മയുടെ കണ്ണ് അതിന്റെ പുറകെ ഉണ്ടാവും എന്ന് പറയില്ലേ, ശ്രദ്ധിക്കാതിരിക്കില്ലല്ലോ ആരും കുഞ്ഞു കുട്ടികളെ വീട്ടിലുണ്ടാവുമ്പോ. ചെയ്യേണ്ടത് അതാണ്. കാരണം നമ്മൾ ഷൗട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ശബ്ദം എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഇതുങ്ങൾ ഞെട്ടും. അതവർക്ക് ഇങ്ങനെ വളരെ ഹോണ്ട് ചെയ്യും പലപ്പോഴും. അതൊരു വല്ലാത്തൊരു ആക്ഷൻ ആയി പോകും ആ ഒരു സമയത്ത്. കാരണം ഈ ഭയങ്കരമായി സൗണ്ട് എടുക്കുക, ഭയങ്കര ഷൗട്ട് ചെയ്യുക, അത് കുഞ്ഞുങ്ങളെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യിക്കും. അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് അവർ പേടിക്കും, ഉറക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം.
നെക്സ്റ്റ് അടുത്ത പ്രിൻസിപ്പിൾ മീൻസ് പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫസ്റ്റ് വൺ ഫ്രീഡം നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ്. ഇത് നമുക്ക് 1, 2, 3 3 പാരഗ്രാഫിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാം? ഞാൻ വായിക്കാം. യെസ് മിനിഷ്. Structure and order. While structure and order seems counterintuitive to the freedom earlier mentioned, nothing could be further from the truth. Structure and order in the Montessori classroom exactly reflect the sense of the structure and order in the universe. By using the Montessori classroom environment as a microscope of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in which he lives. യെസ്, ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ മോഡൽ ഓഫ് യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മൈക്രോകോസം എന്ന് പറയുന്നില്ലേ, അത് മിനിയേച്ചർ മോഡൽ ഓഫ് സംതിങ്. ഇവിടെ യൂണിവേഴ്സിന്റെ മിനിയേച്ചർ മോഡലാണ്. ഇതൊരു സെൽഫ് ജനറേറ്റഡ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഓർഡർ സീം കൗണ്ടർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ടു ദ ഫ്രീഡം. അതായത് നമുക്കിപ്പം ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡയറക്ടർസ് ചെയ്യുന്ന കാര്യമാണ്, കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് ഒബ്സർവേഷൻ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ തിങ്കിങ്, റീസണിങ്, അതിനെ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാതെ ഈ സ്ട്രക്ചറും ഓർഡറും സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാം അടുക്കി ഒതുക്കി വെക്കുക, അത് ഓൾറെഡി ഒബ്സർവേഷനിലൂടെയോ നമ്മളുടെ റീസണിങ് തോട്ട് പ്രോസസ്സിങ്ങിലൂടെയോ ഇങ്ങനെ അടുക്കി ഒതുക്കി വെക്കുക. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഓർഡർ എന്നല്ല, ഇത് സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരണം. അതാണ് പറയുന്നത്. തന്നെത്താനെ ആയി വരണം. ഇപ്പൊ നമ്മളൊരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ജനറലി നോക്കുമ്പോൾ 2-3 മോണ്ടിസോറി സ്കൂൾ നമ്മൾ വിസിറ്റ് ചെയ്തു വിചാരിച്ചു. ജനറലി നോക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുമെങ്കിലും ഓരോ മോണ്ടിസോറി സ്കൂളിനും അവരുടേതായ ഒരു സ്ട്രക്ചറും ഓർഡറും വരും. അത് അവിടെ വരുന്ന കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് അതിനനുസരിച്ചാണ് അതിന്റെ അതൊരു സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരികയാണ്. ഓക്കെ, സ്ട്രക്ചർ ഓർഡർ മോണ്ടിസോറി ക്ലാസ് റൂമിലെ ശരിക്കും ഒരു യൂണിവേഴ്സിലെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ക്ലാസ് റൂമിലെ സ്ട്രക്ചറും ഓർഡറും നമുക്ക് യൂണിവേഴ്സ്, നമ്മളുടെ വേൾഡ്, പ്രപഞ്ചവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മോണ്ടിസോറി ഈ ക്ലാസ് റൂം എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടാണ്. നമുക്കറിയാം വളരെ കാലത്തും വളരെ കുറെ ഒബ്സർവേഷനിലൂടെയാണ് മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു ചിൽഡ്രൻസ് ഹൗസ് ഫോം ചെയ്തത്. അതിലുള്ള മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവർ കുറെ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്താണ് അവരുണ്ടാക്കിയത്. അപ്പൊ അവർക്ക് മനസ്സിലായി കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോഴേ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുറത്തെ കാഴ്ചകൾ എങ്ങനെയാണോ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ അവർ ഈ ക്ലാസ് റൂമിൽ അങ്ങ് പ്രിപ്പയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു മൈക്രോകോസമാണ്, അതായത് ഇതിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ. ഇവർക്ക് എന്തായാലും ഇപ്പോ ഒരു വർക്ക്ഷീറ്റോ ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കറക്റ്റ് ചെയ്യാമോ പാടുവോ ഇല്ലേ? മോണ്ടിസോറിയിൽ പറയുന്നു അത് നമ്മൾ കറക്റ്റ് ചെയ്യില്ല, അവര് തന്നെത്താൻ പഠിക്കണതാണെന്നല്ലേ? അതെ അതെ, നമ്മള് കറക്റ്റ് ചെയ്യില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ, അവര് ചിലപ്പോ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അവര് ഗ്രാമർ ഇല്ല, വൊക്കാബുലറി ഒന്നും അവർക്ക് വരുന്നില്ല. പക്ഷെ അവരൊരു 6 ഇയേഴ്സ് വരെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. 6 ഇയേഴ്സ് ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇവർക്ക് അവർ ഇത് പഠിപ്പിക്കും കേട്ടോ, ഫോണറ്റിക്സ് പഠിപ്പിക്കും. ഫോണറ്റിക്സ് ശരിയായ രീതിയിൽ അവരെ അത് ശരിക്കും അവർക്ക് കിട്ടും. അപ്പൊ എന്താ ചിലര് പറയുന്നത്, ഒരു നെഗറ്റീവായിട്ട് ചിലര് പറയുന്നത് കുട്ടികൾക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷെ അവർക്ക് സാധാരണ സ്കൂളുകളിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിന് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇവര് പറയുന്നത്. അവർ ആ കറക്റ്റ് ആ ഫോണറ്റിക്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ മാം? ഇപ്പൊ ഏതാണ് എക്സാംസും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലേ? എക്സാംസ് ഒന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യൻസിന് പൊതുവെ ഇതങ്ങ് ഡൈജസ്റ്റ് ആവില്ല. അവരെ സംബന്ധിച്ച് ഹോംവർക്ക് വേണം, എക്സാംസ് വേണം, ദിവസവും എന്തെങ്കിലും കുട്ടി ഇരുന്ന് അറ്റ്ലീസ്റ്റ് ഇമ്പോസിഷൻ എഴുതുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. 10 പ്രാവശ്യം 10 ടൈംസ് എഴുതുക, 5 ടൈംസ് ലെസൺ റീഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്കും. അപ്പൊ ശരിക്കും കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു ടീച്ചർ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഗൈഡ് ചെയ്യാം.
ഇപ്പൊ ഒരു കുട്ടിക്ക് എവിടെയെങ്കിലും അവൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്, അപ്പൊ അഡീഷൻ ചെയ്യുവാണ്, എത്ര അവൻ ചെയ്തിട്ടും അവൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടുന്നില്ല. അപ്പൊ അവനും ഇത് ശരിയാകാത്തതിന്റെ ഒരു ഇത് അവന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഡയറക്ടേഴ്സ് വെറുതെ അവന്റെ അടുത്തിരുന്ന് സെയിം സെറ്റ് ഓഫ് സാധനം വെച്ച് വെറുതെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ അവന്റെ ഒരു ഒബ്സർവേഷൻ അങ്ങോട്ട് പോകും. അപ്പൊ അവന് മനസ്സിലാവും കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഏതാന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ അവന്റെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അപ്പൊ അവരാണ് അവര് ഗൈഡ് ചെയ്യും, അപ്പൊ അവര് ചെയ്യുന്നത് അവൻ കാണും. അപ്പൊ അവന്റെ ശ്രദ്ധ അതിൽ നോക്കി അവന് മനസ്സിലാവാൻ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇത് കറക്റ്റ് ആവുന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇവര് ലേൺ ചെയ്യുന്നത്. ഗ്രൂപ്പ് ലേണിംഗ് അവിടെയുണ്ട്, ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ട്. അപ്പൊ ഡയറക്ടേഴ്സ് ഒരിക്കലും അയ്യോ ഇത് തെറ്റിപ്പോയി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കില്ല. അത് ഇവനിൽ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള രീതിയിൽ അവര് അപ്രോച്ച് ചെയ്യും അല്ലെങ്കിൽ ഗൈഡ് ചെയ്യും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ട്രെയിൻഡ് ആവണം. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നല്ല ട്രെയിൻഡ് ആവുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളുകൾ ഇല്ല. അതിന്റെ ഒരു 90% അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള KG പ്രീ സ്കൂളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, മീൻസ് വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷെ കൺസെപ്റ്റ് ശരിക്കും ഇതാണ്. വർക്ക് ചെയ്യാൻ നമുക്ക് അവിടെ കറക്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ കുട്ടിക്ക് ഹോംവർക്ക് കൊടുക്കുന്നുണ്ട്, മെത്തേഡ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി മെത്തേഡും ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒക്കെ കുറെയൊക്കെ മോണ്ടിസോറി രീതികളിൽ തന്നെയായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങള് ട്രഡീഷണൽ വേയിൽ തന്നെയാണ് ഇവിടെയുള്ള മിക്ക സ്കൂളുകളും പോകുന്നത്. ചില സ്കൂളുകളൊക്കെ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാം, എന്റെ ഇളയ മോള് വന്നിട്ട് 3.5 years ഞാൻ പ്ലേ സ്കൂൾ, അത് ഒരു പ്ലേ സ്കൂൾ മോണ്ടിസോറി ടൈപ്പ് ആണ്. അപ്പൊ അവിടെ കൂടുതൽ ഫ്രീഡം കൊടുക്കുകയാണ്, അങ്ങനെ ഫോഴ്സ് ചെയ്യില്ല. പിന്നെ കൂടുതൽ ഇങ്ങനെ ഇൻസെന്റീവ്സ് കൊടുക്കും. എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് ഉണ്ടാവും. പിന്നെ അവർക്ക് ആനുവൽ ഡേ വരുമ്പോ എല്ലാവർക്കും മൊമെന്റം ഉണ്ട്. അപ്പൊ അത് അവർക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻ വൈസും വെക്കുന്നുണ്ട്, അല്ലാതെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോ അതൊരു സെൻസ് ഓഫ് പ്രൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടിയില്. പക്ഷെ അവൾക്ക് ഫണ്ടമെന്റൽസ് ആയിട്ട് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോ ബേസിക് ഫണ്ടമെന്റൽസ് ഒന്നും, ജസ്റ്റ് ഇങ്ങനെ പോവും, പഠിക്കും. അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോണതും വരുന്നതും ഒക്കെ ഇഷ്ടമാണ്, ആസ് എ പ്ലേഫുൾ വേ. ഒരു സ്ട്രിക്റ്റ് കരിക്കുലമോ അങ്ങനെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ, നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ അവളെ പിന്നെ LKG UKG ഇടാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ അവിടെ LKG ആണ് പഠിച്ചത്. പിന്നെ UKG പോകുമ്പോഴത്തേക്കും അവര് പറഞ്ഞു മോൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഒന്നും എന്താണ് വന്നിട്ടില്ല, ബേസിക്സ് ഒന്നും അറിയുന്നില്ല, ഒന്നും പറയുന്നില്ല, എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അവര് സജസ്റ്റ് ചെയ്തത് LKG ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരുമോന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിങ്ങനെ പ്രോപ്പർ വേയില് പോവാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം കളി മാത്രമായി പോകുന്നു. അവിടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉണ്ട്, നമ്പേഴ്സ്, അരിത്തമെറ്റിക്, ഇതെല്ലാം കറക്റ്റ് അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളിലേക്ക് അത് എത്തുന്നില്ലായിരിക്കും. കാരണം ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ അവിടെ സീനിയർ കുട്ടി ഉണ്ടായിരുന്നു. ആ മോൻ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ക്ലാസ്സില്. സാധാരണ ഫാമിലിയിലെ പാരന്റ്സ് ആണ്, അവന്റെ ഇംഗ്ലീഷ് നല്ലൊരു ഇംഗ്ലീഷാണ്. പിന്നെ അതുപോലെ തന്നെ അവന് കുക്കിംഗ് അറിയാം, എല്ലാം അവൻ അവിടെ നിന്ന് തന്നെയാണ് പഠിച്ചത്. ആ ഒരു 3.5 years വന്നു. ഞാൻ ചെല്ലുമ്പോ ആ കുട്ടി ഒരു 5 years എന്തോ ആയിട്ടുണ്ട്. ഈവൻ ഒരു പുതിയ ആൾ അവിടെ വരുമ്പോ ഈ കുട്ടിയെയാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാറ് നമ്മളെ ഏൽപ്പിക്കുക. കാരണം അവൻ കറക്റ്റ് ആ മോണ്ടിസോറി വേയിൽ തന്നെയാണ് വന്നത്. അവന്റെ ലാംഗ്വേജ് ഉണ്ട്, അവന് സംസാരിക്കാൻ അറിയാം നല്ലതുപോലെ, പിന്നെ എല്ലാ ആക്ടിവിറ്റീസും നന്നായി ചെയ്യാൻ അറിയാം. സെൽഫ് കൺട്രോൾ വളരെ പ്ലീസിങ് ആയിരുന്നു ആ കുട്ടി. ഓറലായിട്ട് എല്ലാം പറയും മാം, വെരി ഗുഡ് ഇൻ ലാംഗ്വേജ് ഉണ്ടോ. പക്ഷെ എഴുതാൻ വരുമ്പോഴത്തേക്കും അവൾക്ക് എഴുതാൻ അറിയില്ല. എന്ന് വെച്ചാല് അവര് അവിടെ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല, ഓറലായിട്ട് എല്ലാം പറയും. പക്ഷെ എഴുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനെ അത്രയ്ക്ക് ആയിട്ടില്ലായിരുന്നു. നമ്മളുടെ ഇവിടെ ജപ്പാൻ അതുപോലെ അങ്ങനെയുള്ളവിടത്തൊക്കെ അവര് പ്യുവറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും ഈ നമ്മൾക്കിടെ ഇവിടെ പറ്റുന്ന പ്രശ്നം അതാണ്. കുട്ടികൾക്ക് ഈ ജ്യോതി പറഞ്ഞ പോലെ തന്നെ എഴുതൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ഫോണറ്റിക്സ് പഠിച്ചു, പ്രൊനൗൺസിയേഷൻ ഒക്കെ അവരുടെ കറക്റ്റ് ആയിരിക്കും. ഈവൻ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ കറക്റ്റ് ചെയ്യും.
ആ ഒരു വേർഡ് അവർ കറക്റ്റ് ആയിട്ട് അവർ പറയും. അതൊക്കെ നല്ല ഇതായ ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞതൊരു പ്രശ്നമായി, എഴുത്ത് അവർക്ക് ഇച്ചിരി പാടായിരിക്കും. ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട് 6 years വരെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കുട്ടിയെ എഴുതിക്കാനെന്ന്. എന്താ വെച്ചാൽ അവരുടെ ഫൈൻ മോട്ടർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നത് 6 years ആയിട്ടേ ആവുള്ളൂ. അപ്പൊ പെന്ന് പിടിക്കാനും പെൻസിൽ പിടിക്കാനും അവർക്ക് പറ്റുന്നത് 6 years ആവണം എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കരിക്കുലം വെച്ചിട്ട് എഴുത്താണ് ആദ്യം എഴുതിക്കുക കുട്ടിയെ കൊണ്ട്. ഫോഴ്സ് ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പൊ LKG UKG തന്നെ കുട്ടിക്ക് എല്ലാ വർക്ക് കൂടുതലായിരിക്കും. നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ കൂടുതൽ അവർക്ക് ഈ LKG UKG. അതെ അതെ. ഈവൻ എനിക്കറിയില്ലായിരുന്നു UKG തന്നെ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പൊ LKG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ കുട്ടികൾ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കുട്ടികൾ പഠിക്കുമോ എന്നുള്ളത്. പക്ഷെ അവരത് പഠിച്ചു. എല്ലാ കുട്ടികൾക്കും തന്നെ നല്ലതായിട്ട് ഹിന്ദി നല്ലതായിട്ട് അറിയായിരുന്നു. എന്റെ കുട്ടികൾ മാത്രമല്ല UKG ചേർന്ന എല്ലാ കുട്ടികൾക്കും എനിക്ക് സംശയം ഇവര് ഹിന്ദി പഠിക്കൂ. കാരണം ഹിന്ദിയുടെ ലെറ്റേഴ്സ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലല്ലേ, അതൊക്കെ ഒരു സംശയം തോന്നി. സോ നമ്മള് ഇവിടെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ്. അത് സെൽഫ് ജനറേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ളതല്ല അത്. പിന്നെ ഇത് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടാണ്. ശരിക്കും കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. അവർ എന്നിട്ട് ആ ഒരു ക്ലാസ് റൂമിൽ നിന്ന് അവർക്കൊരു ചേഞ്ച് വേറെ ഏതോ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് ശരിക്കും അത് വളരെ ഫ്രീ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓൾറെഡി അവരൊരു മിനിയേച്ചർ യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇതേ സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിച്ചു കിട്ടോ? ഞാൻ വായിക്കാം മാം. Yes. Montessori stated that there is a sensitive period for order which happens between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perception and thus form an inner conceptual framework with which to understand and connect with his world. Okay. ശരിക്കും കുട്ടി ജനിച്ച് ഒരു വയസ്സ് 3 വയസ്സ് വരെ ഒരു സെൻസിറ്റീവ് പീരീഡ് തന്നെയാണ്. മോണ്ടിസോറി പറയുന്നത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത അമ്മമാരും ഉണ്ടാവും. 1 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ. ചില വലുതായാലും പറയും എനിക്ക് ചെറിയ പ്രായത്തില് 2 വയസ്സ് 2.5 വയസ്സിൽ ഇങ്ങനെ ഒരു കാര്യം. ചിലപ്പോ ഒരു ഇൻസിഡന്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടാവും. ആ ഒരു 3 years അതാ പറയുന്നത് നമ്മൾ കുട്ടികളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നത് അതൊരു ഭയങ്കര ട്രോമയായിരിക്കും. എപ്പോഴും ഹോണ്ട് ചെയ്യും ഈ ഒരു കാര്യം. പല ചുറ്റുമുള്ള ആ വേൾഡ് അറൌണ്ട് ഹിം പല രീതിയിലുള്ള കൺക്ലൂഷൻസ് ഇവരുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന എൻവയോൺമെന്റിന് ഒരു കറക്റ്റ് ആയിട്ടൊരു ഓർഡർ ഇല്ലെങ്കിൽ കുട്ടികളുടെ ആ സെൻസ് ഓഫ് റീസൺ അവരുടെ മനസ്സിലാക്കുന്നവരുടെ ഒരു ബോധം ഉണ്ടല്ലോ അത് മനസ്സിലാക്കുന്നത് അതങ്ങ് ഡള്ളായി പോകും. അതിന് ഫൈൻഡിങ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുട്ടി ഒരു റൂമിൽ മാത്രം അടച്ചു വെച്ച് അങ്ങനെയൊക്കെ വളർത്തുവാണെങ്കിൽ ശരിക്കും നല്ലൊരു അങ്ങനെ ചെയ്യാറില്ലേ ചില പേരൻസ്. അധികം പുറത്തേക്ക് വിടില്ല, പുറത്ത് മണ്ണിൽ ഇറക്കില്ല, ആരകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ എന്തെങ്കിലും കയ്യിൽ കൊടുക്കും, TV ഓൺ ചെയ്ത് വെക്കും, ചിലര് മൊബൈലും കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുമുള്ള വേൾഡിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ഒരു ഇതും ആ ഒരു സെൻസ് കുട്ടിക്ക് ഇല്ലാതാവും, അങ്ങ് ഓഫായി. കാരണം പലതും കണ്ടതിന് മനസ്സിലാവില്ല. ഇപ്പൊ ചിലപ്പോ കിളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും പൂച്ച കരയണതോ നായ്ക്കുട്ടിയുടെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ കുട്ടിയെ ഇങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റൂമിനകത്തോ പുറത്തേക്ക് വിടാതെ അങ്ങനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാതെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ 1 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ചുറ്റുമുള്ള വേൾഡ് അത് മനസ്സിലാക്കണം. ആളുകളെ കാണുന്നു, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകും, കുട്ടിയെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകാം. 2-3 years ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് പാർക്കിൽ പോവാം. അങ്ങനെ മൂവിക്കൊക്കെ പോയിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഇരുട്ട്, ചിലർ കരയും, കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
ചില കുട്ടികൾ അങ്ങനെ ഇരുന്ന് ഇരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും, കുറച്ചു നേരം സ്ക്രീനിലേക്ക് നോക്കും, ആ മൂവ്മെന്റ് ഒക്കെ കണ്ടിരിക്കും. അങ്ങനെയും കൊണ്ടുപോകുന്ന പാരന്റ്സ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് അവരുടെ ഒരു ചിന്താഗതിയും അവരുടെ സെൻസും ഉണ്ടാവും, ആ ഒരു പെർസെപ്ഷൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ചുറ്റുമുള്ള വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരു ഡിസോറിയന്റഡ് ആയിട്ട് അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കുട്ടിക്ക് ഇല്ലാതെ വരിക, എല്ലാം ലിമിറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ചുറ്റുമുള്ള വേൾഡ് മനസ്സിലാവില്ല, അവന്റെ ഫൈൻഡിങ്സ് മനസ്സിലാവില്ല. ചില കുട്ടികൾ കാണാറില്ലേ, ഇങ്ങനെ അവര് തന്നെ കുത്തി വരയ്ക്കാനൊക്കെ തുടങ്ങുമ്പോഴേക്കും അവര് കാണുന്നത് അവരാ രൂപം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ചില കുട്ടികൾ കാണുമ്പോൾ ഇവൻ നന്നായി വരയ്ക്കും എന്ന് പറയുന്നത്. കാരണം ചിലത് കാണുന്നത് അവർ അതേപോലെ തന്നെ ആക്കാനായിട്ട് ചിലപ്പോ അച്ഛനെയും അമ്മേനെയും വീട്ടിൽ വല്ല പപ്പി ഉണ്ടെങ്കിൽ അത്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയൊക്കെ വരച്ചു വെക്കും. അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ കുട്ടിക്ക് വേണമെങ്കിൽ അവൻ അതിനനുസരിച്ച് അവന് ഒരു പുറമേയുള്ള വേൾഡിനെ പറ്റി ഒരു അവയർനെസ് വരണം. അത് ആ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രക്ചറും ഓർഡറും അവന് മനസ്സിലായില്ലെങ്കിൽ അവന്റെ ഫൈൻഡിങ്സ്, അവന് ആ ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്താനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് ചെറുപ്പത്തിലേ അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാ പറയാ. കണ്ടിട്ടില്ലേ ചില പാരന്റ്സ് എപ്പോഴും എവിടെ പോയാലും കുട്ടിയെ കൊണ്ടുപോകും. ചിലരങ്ങനെ വീക്കെൻഡ്സിൽ പുറത്തു പോവുക, പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക. അപ്പൊ അതെല്ലാം കുട്ടിക്ക് പുറമേയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഔട്ട്സൈഡ് യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഓർഡറിലെ ലാസ്റ്റ് പാരഗ്രാഫ്. Yes. Through order, children are able to find materials of his selection. Their selection is further assisted in the environment by arranging materials as per children the probability of a complete cycle activity when using the material. No parts of the material should be missing. He should find all the pieces for the exercise he selects. It is necessary to understand that in pursuing to develop freedom, it should be clearly established that only destructive acts of the child should be limited. All the rest, every manifestation having useful scope, whatever it be, and under whatever form it expresses itself, must not only be permitted but must be observed by the teacher. Okay. ആക്ടിവിറ്റി ചെയ്യാൻ കുറെ മെറ്റീരിയൽസ് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറെ മെറ്റീരിയൽസ് ക്ലാസ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾ അത് സെലക്ട് ചെയ്ത് അവർ ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സിംഗ് ആണെങ്കിൽ കൂടിയും അവർക്കറിയാം അതുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോ വീട്ടിലെ കിച്ചണിലെ പാത്രവും സ്പൂണൊക്കെ ആയിരിക്കും അവര് കളിക്കാൻ എടുക്കുന്നത്. ഓൾറെഡി അവര് സ്പൂണും പാത്രമൊക്കെ വെച്ച് കളിക്കുമ്പോൾ സ്പൂൺ കിട്ടിയില്ലെങ്കിൽ അവരത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടേതായ ഭാഷയിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരത് പറയും അല്ലെ. അവർക്ക് അവരുടെ മനസ്സിലൊരു കളി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നത് എന്തെല്ലാമാണെന്ന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ അവർക്കറിയാം. ഇതൊക്കെ കിട്ടിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയാം. ചിലപ്പോൾ കുത്തി വരയ്ക്കുന്ന സമയം പിന്നെ അവർക്കറിയാം പേപ്പറും പേനയും അല്ലെങ്കിൽ എന്താണോ ക്രയോണോ എന്താണോ കൊടുക്കുന്നത് അത് വേണമെന്നറിയാം. ചില കളറിനോട് ഇഷ്ടമുണ്ടായിരിക്കും, ക്രയോൺസ് കൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പറയും. അവര് ചിലപ്പോ അതിനെന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുമായിരിക്കും, അത് പറഞ്ഞ് അത് അവർ വാങ്ങിച്ചെടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലും വരുന്നത് ചാൻസ് വളരെ കുറവാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. കാരണം ഒരു കുട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ പ്ലേസിൽ തന്നെ അത് വെക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ അത് ഉപയോഗിക്കും. അങ്ങനെ മെറ്റീരിയൽ നോ പാർട്സ് ഓഫ് ദ മെറ്റീരിയൽ ഷുഡ് ബി മിസ്സിംഗ്. ഒരു പാർട്സ് മിസ്സിംഗ് ആയിരിക്കില്ല. എല്ലാ പീസസും കണ്ടുപിടിച്ച് അവൻ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതിനുള്ള ഫ്രീഡം അവന് കിട്ടുവാണ്. ഇതെല്ലാം തന്നെത്താനെ ക്യാരി ഔട്ട് ചെയ്യുക. ഇതെല്ലാം പെർസ്യൂഡിങ് ടു ഡെവലപ്പ് ഫ്രീഡം തന്നെ അത് ചെയ്യുന്നു. പിന്നെ ഇവിടെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു. ഒന്നും അത് നശിപ്പിക്കില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല എന്നറിയാനായിട്ട് പറ്റും. അവരത് വളരെ സൂക്ഷിച്ചു തന്നെ ചെയ്യും. എല്ലാം നല്ല, കാരണം ഇത് വേറൊരാൾക്കും കൂടെ വേണ്ടതാണ്. ആ ഒരു ഡിസ്ട്രക്റ്റീവ് ആക്ട്സ് കുട്ടികളിൽ ഉണ്ടാകില്ല. വലിച്ചെറിയോ അങ്ങനെയുള്ള രീതികളൊന്നും
അവർ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും ഉപരി ടീച്ചർ അല്ല അവിടെ ഫെസിലിറ്റേറ്റർ, നമ്മുടെ ഡയറക്ടേഴ്സ്, മോണ്ടിസോറി ആയ ക്ലാസ് റൂമിലെ ആ ചിൽഡ്രൻസ് ഹൗസിലെ ഡയറക്ടേഴ്സ് കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ പെർമിഷനും അവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടി ചെയ്യുന്നതിൽ എന്തെങ്കിലും രീതിയിലൊരു മാറ്റം, ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ രീതിയിലുള്ള ആക്ടിവിറ്റി അവനിലേക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒബ്സർവേഷൻ കറക്റ്റ് ആകാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ നാട്ടിലും എവിടെയാണെങ്കിലും ഈ മോണ്ടിസോറി സ്കൂളുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെച്ചത്. ഡയറക്ടേഴ്സിന് ഒരു ജോലി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് വളരെ എന്താ പറയാ, ഒരു വളരെ കീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ തന്നെ വേണം. എത്ര കുട്ടികളുണ്ടോ അവരെയൊക്കെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് നോർമലൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ മാറ്റാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഡയറക്ടേഴ്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ അത് ചെയ്യുന്നു. കുട്ടി ഉറങ്ങുവാണെങ്കിലും, കുട്ടി ഇപ്പം പുറത്തു പോയിട്ട് അകത്തേക്ക് കയറുമ്പോഴാണെങ്കിലും, കുട്ടി ക്ലാസ് റൂമിലെ ഏതെങ്കിലും മെറ്റീരിയൽസ് എടുത്തിട്ട് അവൻ്റെതായ രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും, ഈവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാതിരിക്കുവാണെങ്കിലും എല്ലാം ഡയറക്ടേഴ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എക്സ്പ്രസ് ചെയ്യണം. must be observed by the directors, its facilitator. Okay. Next one, reality and nature. അടുത്ത Montessori prepared environment principle, next principle, reality and nature. നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും കുട്ടികളെ പല ആക്ടിവിറ്റീസിൽ. അപ്പൊ അത് കുട്ടികളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും, അവരെ ഇൻസ്പയർ ചെയ്യുന്നതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിച്ചു കേട്ടോ. മോണ്ടിസോറിക്ക് എപ്പോഴും ഭയങ്കര ഒരു മറിയ മോണ്ടിസോറിക്ക് ഒരു ഡീപ്പ് റെസ്പെക്ട് ഉണ്ട് നേച്ചറിനോട്. ഈവൻ നമ്മളിലും ഇപ്പൊ ഈ ഒരു ഇതിൽ വന്നപ്പോ നമ്മളിലൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അത് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? നമ്മളുടെ നേച്ചറിനെ നമ്മള് എന്താ പറയാ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ഫീൽ മറിയ മോണ്ടിസോറിക്ക് ഒരു ഡീപ്പ് റെസ്പെക്റ്റും ഈ നേച്ചറിനോട് ഉണ്ടായിരുന്നു. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതാണ് മോണ്ടിസോറി പറയുന്നത് നേച്ചർ. ഈവൻ കുട്ടികളെ വെള്ളത്തിൽ കളിക്കാൻ വിടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ചെളിയിലൊന്നും കളിക്കാൻ പറ്റേ ഭയങ്കര സന്തോഷം. മണ്ണിൽ കളിക്കാൻ പറ്റേ മണ്ണൊക്കെ വാരി വെച്ച് ദേഹത്തും ഉടുപ്പിലും ഒക്കെ മണ്ണായാലും അവർക്കൊരു പ്രശ്നമേ ഇല്ല. ഭയങ്കര ഹാപ്പി അല്ലേ കുഞ്ഞുങ്ങൾക്ക്? വായിച്ചോളൂ ആരെങ്കിലും ഒരാൾ. ഇതിന് നമുക്ക് 2 പാരഗ്രാഫ് ഉണ്ടോ? നിങ്ങൾ തമ്മിൽ മൂന്നാമത്തെ ചെറുതാ. അപ്പൊ രണ്ടാമത് വായിക്കുന്ന ആള് മൂന്നാമത്തെയും കൂടെ ചേർത്ത് വായിച്ചു. ഫസ്റ്റ് പാരഗ്രാഫ് നിസിയ, സഫിയ ആരെങ്കിലും തമ്മിൽ തീരുമാനിച്ചു. Montessori had a wide respect and a veneration for nature. She believed that we should use nature to inspire children. She continually suggested that Montessori teachers take the children out into nature rather than keeping them restricted in the classroom. This is why natural materials are preferred in the prepared surroundings. Real wood, reeds, bamboo, metal, cotton, and glass are preferred to synthetics or plastics. So the Montessori environment is based on reality and nature. The child must have the opportunity to internalize the limits of nature and reality. If he is to be free from his fantasy and illusion, both physical and psychological. Only in this way can he develop self-discipline and security. The necessity to explore his external and internal worlds and to become an active and grateful observer of life. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് മറിയ മോണ്ടിസോറി എപ്പോഴും പറയുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. ഈ വെനറേഷൻ എന്ന് പറഞ്ഞാല് റെസ്പെക്റ്റിന്റെ ഒരു എന്താ പറയാ കൂടിയൊരു വേർഷൻ പറയില്ലേ, അതാണ്. അവര് പറയുന്നത് കുട്ടികളെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്യുന്നത് നേച്ചർ തന്നെയാണ്.
അവരെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സിന് സജസ്റ്റ് ചെയ്യും. കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകും, ക്ലാസ് റൂമിനകത്ത് തന്നെ ഇരുത്താതെ പുറത്ത് കൊണ്ടുപോകും. പണ്ട് കാലങ്ങളിൽ നമ്മളുടെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതികളിൽ എപ്പോഴും ആലിന്റെ ചോട്ടില്, മരത്തിന്റെ ചോട്ടില്, പുറത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ശരിക്കും നേച്ചറിലേക്ക് അവരെ കൊണ്ടുപോകുമെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ക്ലാസ് റൂമിൽ, റെസ്ട്രിക്റ്റഡ് ക്ലാസ് റൂമിൽ ഇരുത്താതെ അവരെ പുറത്ത് കൊണ്ടുപോകുക. അതുകൊണ്ടാണ് എപ്പോഴും ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് നാച്ചുറലായ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നത്. ബാംബു, അങ്ങനെ റിയൽ വുഡ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ റിയൽ വുഡ് കൊണ്ടാണ് കുട്ടികൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. റീഡ്സ് എന്ന് പറയുന്നത് ബാംബു പോലെ തന്നെയാണ്, മുള പോലെ തന്നെ ഉള്ളിൽ ഇങ്ങനെ പൊള്ള പോലെ ആയിട്ടുള്ള ഇത് തന്നെയാണ്. പിന്നെ മെറ്റൽ, കോട്ടൺ, അതുപോലെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഹാം ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ഗ്ലാസ് അല്ല യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക്സും പ്ലാസ്റ്റിക്കും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ റിയൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഹൗസിലെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, ഈവൻ ഫർണിച്ചർ ഉൾപ്പെടെ. കുട്ടിക്ക് ആ നാച്ചുറൽ റിയാലിറ്റി അതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടിക്ക് കിട്ടും. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് മഴ നനയ്ക്കാൻ, മഴയത്ത് നനയാനായിട്ട് അങ്ങനെ കുഞ്ഞിലെ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, മഴ നനയണം, അങ്ങനെയൊക്കെ ഒരു ഇത് വരില്ലേ. അപ്പൊ അതുപോലെ അങ്ങനെ മഴ പെയ്യുമ്പോ അത് നനയ്ക്കുക. ഇവിടെ അടുത്ത് ഫുട്ബോൾ കോച്ചിങ്. എന്തോ? അതെ, എന്റെ മോളുടെ സ്കൂളില് നാളെ റെയിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അംബ്രല കൊണ്ട് ചെല്ലാൻ പറഞ്ഞേക്കാണ്. ഓ ശരി, ഗുഡ്. ഇവിടെ ഒരു ഫുട്ബോൾ കോച്ചിങ്, ഒരു ടർഫ് ഉണ്ട്. അവിടെ കുട്ടികളെ മഴയത്തും അവര് കളിപ്പിക്കും. ടോപ്പ് ഓപ്പൺ ആണ്, മഴ വന്നാലും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ടോപ്പ് ഓപ്പൺ ആണല്ലോ, അപ്പൊ മഴ പെയ്തേ കൊച്ചുങ്ങൾ ഇങ്ങനെ മഴയത്ത് അവരെ കളിപ്പിക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂടാനും. അവർക്ക് അതൊരു വേറൊരു സ്പിരിറ്റ് ആണല്ലോ, മഴ നനഞ്ഞുകൊണ്ടുള്ള ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോ. അപ്പൊ ആ രീതിയിൽ അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു സെൽഫ് ഡിസിപ്ലിനും അവരുടെ സെക്യൂരിറ്റിയും കൂടുവാണെന്നാണ് പറയുന്നത്. ഇന്റേണൽ എക്സ്റ്റേണൽ വേൾഡ് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പൊ ഫുൾ ടൈം ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഹാഫ് ടൈമില് അവര് ചിലപ്പോ പുറത്തായിരിക്കും, ഗാർഡനിൽ ഇരിക്കേണ്ടവർക്ക് ഗാർഡനിൽ ഇരിക്കാം, അല്ലാതെ കളിക്കേണ്ടവർക്ക് കളിക്കാം. ചെറിയ കുഞ്ഞു പോണ്ട് പോലെ അപകടം ഉണ്ടാവാത്ത രീതിയിൽ ആ വെള്ളത്തിനകത്ത് അവർക്ക് കയറി ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ കിട്ടില്ലേ കുട്ടികൾക്ക്, ബോളൊക്കെ അതിനകത്ത് ഇട്ടിട്ട്. പക്ഷെ നമ്മുടെ വലിയ സ്വിമ്മിംഗ് പൂളൊന്നും അല്ല, അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപകടം, ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒന്നുമില്ല ആ രീതിയിൽ. അപ്പൊ അങ്ങനെ ഇവര് പലതും കണ്ട് മനസ്സിലാക്കും. മഴ വരുമ്പോഴും അവരെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കും. അപ്പൊ അവർക്ക് ഒരു ലൈഫിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സഫിയ അല്ലേ, അടുത്ത പാരഗ്രാഫ് വായിച്ചോട്ടോ. മൂന്നാമത്തതും ചെറിയ പാരഗ്രാഫ്, മൂന്നാമത്തെയും കൂടെ ചേർത്ത് വായിച്ചോളൂ. The Montessori materials are based on the concept of reality. Real glasses are used for juice and nails for cutting fruits and vegetables. One piece of each type of equipment will be there in the Montessori classroom because children who not have alternative, they learn to wait for their turn. According to Maria Montessori, man belongs to nature and especially when he is a child, he must draw from on in the forces necessary to the development of the body and of the spirit. She believed that children must originally be given contact to nature through the care of the plants and the animals. Both the indoor and outdoor environment must be alive with growing things of all kinds that are carried for by children. There should be loop.
microscope and simple experiments for children to perform. മോണ്ടിസോറി ക്ലാസ് റൂമിൽ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് റിയാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് മെറ്റീരിയൽസ് എല്ലാം. പിന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള ഗ്ലാസ് അതെല്ലാം റിയൽ ഗ്ലാസസ് ആയിരിക്കും. കട്ടി ഉണ്ടാവും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാൻ അവർക്ക് അറിയാൻ പറ്റും. ഈവൻ കുക്കീസ് വരെ അവിടെ ഉണ്ടാക്കും ഈ മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ടെങ്കിലും. ആ രീതിയിലായിരിക്കും ഇട്ടിട്ട് നമുക്ക് തോന്നും കത്തി പിടിച്ച കൊച്ചിന്റെ കൈമുറിയും നമ്മൾ വിചാരിക്കും. ഗ്ലാസ്സിൽ വെള്ളം, ആ റിയൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്ലാസ് ഇട്ട് പൊട്ടിക്കും. ആ ഒരു ചിന്തയല്ലേ നമുക്ക്. പക്ഷെ ഇവർക്ക് അത് ഹോൾഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ടാവും. കത്തി ശരിക്കും പിടിച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാനുള്ള അതെല്ലാം അവര് നല്ല രീതിയിൽ അവിടെ നമുക്ക് കുട്ടികൾക്ക് സിസേഴ്സ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് പേപ്പർ കൊടുക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ അവര് നല്ല രീതിയിൽ ആദ്യം ട്രെയിൻഡ് ആവും. പിന്നെ നമുക്ക് കത്തി കൊടുത്തു കഴിഞ്ഞിട്ട് അത് പിടിക്കേണ്ട രീതിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവിടെ നമുക്ക് ഗൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് കുട്ടിക്ക് ഹാം ആവാത്ത രീതിയിൽ ട്രെയിൻഡ് ആവുന്നത്. അപ്പൊ പിന്നെ അവര് ഈവൻ നമ്മൾ പിടിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ചില അമ്മമാര് കുട്ടികളെ എഴുതിപ്പിക്കും, പിടിച്ച് കൊച്ചിന്റെ കൈയും വേദന എടുത്ത്. അതല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലുള്ള എക്യുപ്മെന്റ് എല്ലാം മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഇവർക്ക് ചില സമയത്ത് ചില സാധനങ്ങളോ 1 or 2 സെറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ ടേൺ വരുന്നതിനനുസരിച്ച് അവർ ഉപയോഗിക്കും. നമുക്കറിയാം സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ ഒക്കെ അങ്ങനെ കുട്ടികളിൽ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. മോണ്ടിസോറി ഓൾറെഡി പറയുന്നു ഹ്യൂമൻ ബീയിങ്സ് അവര് നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. അതുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ തന്നെ കുട്ടികളും അത് റിലേറ്റബിൾ ആയിട്ട് തന്നെ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ പോകണം. ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി പറഞ്ഞു വരുന്നത്. പിന്നെ ഇവിടെ മൈക്രോസ്കോപ്പ് ഉണ്ടാകും, മറ്റേ മാഗ്നിഫൈങ് ഗ്ലാസ് ഇല്ലേ അതെല്ലാം ഉണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അവർ ആ മാഗ്നിഫൈങ് ലൂപ്പ് എന്ന് പറയുന്ന മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്, അതിലൂടെയൊക്കെ നോക്കാനും അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ കുട്ടികൾക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു സയൻസ് സെക്ഷൻ അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ അവിടെ ഉണ്ടാവും. സാധാരണ +1 +2 ലാബൊക്കെ ഉള്ളതുപോലെ ഇവർക്കും ഓരോരോ കോർണർ ഉണ്ട്. സയൻസ്, ജോഗ്രഫി, ബയോളജി, സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സെഷൻസ് ഉണ്ടായിരിക്കും. ഔട്ട്ഡോർ സെഷനിലേക്ക് പോകുമ്പോൾ ഇവര് പലതും കാണും. കിളികളെ കാണാൻ പറ്റും, ചെറിയ ചെറിയ പുഴുക്കളെ കാണും, അട്ടയെ കാണും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്കത് ആ നേച്ചറിൽ ഉണ്ടാകുന്ന ഔട്ട്ഡോർ എൻവയോൺമെന്റിൽ എന്തെല്ലാം ഗ്രോയിങ് തിങ്സ് ഉണ്ട്. ലൈക്ക് ചെടികളാണെങ്കിലും ചെറിയ ചെറിയ ജീവികളാണെങ്കിലും തുമ്പി പറക്കണ കാണാം, ബട്ടർഫ്ലൈ കാണാം. ഈ ഗാർഡൻ വേണമെന്ന് പറഞ്ഞല്ലോ. ഈ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ ഫോം ചെയ്യും. കുട്ടികൾക്ക് അത് നല്ലൊരു കാഴ്ചയായിരിക്കും. എല്ലാ സ്കൂളുകളിലും ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ കാണുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവർക്ക് ഒരു ചെറിയ എക്സ്പെരിമെന്റ് നടത്താനുള്ള ലൂപ്പും മൈക്രോസ്കോപ്പും ലൂപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈങ് ഗ്ലാസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫ്രീഡം നമ്മൾ പറഞ്ഞു, സ്ട്രക്ചർ ആൻഡ് ഓർഡർ പറഞ്ഞു, റിയാലിറ്റി അല്ലെ, നേച്ചർ ആൻഡ് റിയാലിറ്റി അത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ബ്യൂട്ടി ആണ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രൈഡേയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ദെൻ ബൈ. Okay, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night, ma'am.